ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഷീബ. വെൽക്കം ടു മാജിക് കിച്ചൺ ബൈറ്റ്സ്. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളമെടുത്ത് അത് തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അരി അധികം വെന്തു പോകാൻ പാടില്ല. ഇത് ഏകദേശം ഒരു 80-85% വേവാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 4-5 മിനിറ്റ് ആ ചൂടിൽ തന്നെ ഇരുന്ന് അരി വേവാൻ അനുവദിക്കാം. അതിനുശേഷം ഉടനെ തന്നെ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഡ്രെയിൻ ചെയ്തതിന് ശേഷം അതിനൊരു പരന്ന പാത്രത്തിൽ സ്പ്രെഡ് ചെയ്ത് വെക്കാം. വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ അരി ഒന്ന് തണുത്തതിന് ശേഷം അതിനെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടി തണുപ്പിച്ചെടുക്കാം. നമുക്ക് ഈ ഫ്രൈഡ് റൈസിന് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ഞാനിപ്പോൾ ക്യാപ്സിക്കം 3 കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. റെഡ്, യെല്ലോ, ഗ്രീൻ. കുറച്ച് ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ. പിന്നീട് ക്യാരറ്റ്, ഒരു സവാള, കുറച്ച് ഫ്രഞ്ച് ബീൻസ്, സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് എഗ് ഫ്രൈഡ് റൈസ് ആണല്ലോ, അതുകൊണ്ടാണ് 4 മുട്ട എടുക്കുന്നത്. ഈ മുട്ടയിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് ഒരു പാത്രത്തിൽ, ഒരു പാനിൽ കുറച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിൽ ഈ മുട്ട ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമുക്കൊന്ന് ചിക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ക്യാരറ്റ്, സവാള, ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം പകുതി വേവ് മതിയാകും. ഇതിനുശേഷം നമുക്ക് ക്യാപ്സിക്കവും ക്യാബേജും ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി വഴറ്റി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആൾറെഡി റൈസിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. റൈസ് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റൈസ് പൊടിഞ്ഞു പോകാൻ പാടില്ല. ഒരു ഉടൻ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. അതായിരിക്കും നല്ലത്. ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അതിനുശേഷം സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് ഒന്നുകൂടി നന്നായി ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന് വളരെ കൂടുതൽ സമയമൊന്നും എടുക്കില്ല. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് നല്ല കോമ്പിനേഷൻ. ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.